ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലുള്ള മത്സരമാണ് ഇനി നടക്കാനിരിക്കുന്നത്. വരുന്ന ശനിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം 7:30 കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൈതാനമായ കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. എന്നാൽ ഈ മത്സരത്തിന് മുന്നേ മോഹൻ ബഗാന് ചില ആശങ്കകൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സസ്പെൻഷനും പരിക്കുകളുമാണ് അവർക്ക് ഇപ്പോൾ വലിയ തലവേദന സൃഷ്ടിക്കുന്നത്. നമുക്കറിയാം, അവരുടെ സൂപ്പർ താരമായ ഗ്രെഗ് സ്റ്റുവേർട്ടിന് സസ്പെൻഷനാണ്. അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ ഒരു യെല്ലോ കാർഡ് വഴങ്ങിയിരുന്നു. അതോടുകൂടി 4 യെല്ലോ കാർഡുകൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. കൂടാതെ പല പ്രധാനപ്പെട്ട താരങ്ങളും ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ്. അനിരുദ്ധ് താപ്പ കുറച്ചു കാലമായി പരിക്കിൻ്റെ പിടിയിലാണ്. ഇനിയും അദ്ദേഹത്തിന് ആ ഒരു ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ വേണ്ടി ഒരാഴ്ചയോളം വേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ സുപ്രധാന താരങ്ങളായ ആശിഷ് റായും സഹൽ അബ്ദുസമദും അടുത്ത മത്സരത്തിൽ അഥവാ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഉണ്ടാവാൻ സാധ്യതയില്ല. 2 പേർക്കും പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റേ സ്പോർട്സ് ബംഗ്ലയാണ്, കൊൽക്കത്തൻ മാധ്യമമാണ്. അവരാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ദിമി പെട്രറ്റോസ് പരിക്കിൻ്റെ പിടിയിലാണ് എന്നുള്ള റൂമറുകൾ സജീവമാണ്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹവും പുറത്തിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. ചുരുക്കത്തിൽ അനിരുദ്ധ് താപ്പ, സഹൽ അബ്ദുസമദ്, ആശിഷ് റായി ഈ 3 താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഉണ്ടാവാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ സ്റ്റുവേർട്ട് ഉണ്ടാവില്ല. ദിമിയുടെ കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ് മോഹൻ ബഗാൻ അനുഭവിക്കുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരുപാട് മികച്ച ബാക്കപ്പ് ഓപ്ഷനുകൾ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒരു താരം പോയി കഴിഞ്ഞാൽ അതിനോട് കിടപിടിക്കുന്ന മറ്റൊരു താരത്തെ അവർക്ക് ബെഞ്ചിൽ അവൈലബിൾ ആണ്. അത് തന്നെയാണ് മോഹൻ ബഗാന്റെ ഏറ്റവും വലിയ കരുത്തും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.